വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ കുറേ ദിവസമായി മോർണിംഗ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യണു. അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഈവനിങ് വ്ളോഗിൽ കയറി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈവനിങ് വ്ളോഗ് നമ്മൾ ചെയ്യാത്തതൊന്നുമല്ല, പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അടുപ്പിച്ച് നമ്മൾ മോർണിംഗ് വ്ളോഗ് തന്നെ ചെയ്യാറുള്ളത്. എനിക്ക് മോർണിംഗ് വ്ളോഗിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് കേട്ടോ. കാരണം നീച്ച് വരുമ്പോൾ തന്നെ വീഡിയോ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറിയ മടിയും കാര്യങ്ങളൊക്കെ എടുക്കണ്ടേ അങ്ങനത്തെ ഒരു ലെവലിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഈവനിങ് വ്ളോഗ് എപ്പോഴും കമ്മി ഉണ്ടാവാറ്. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ഈവനിങ് വ്ളോഗ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഡാൻസും പ്രാക്ടീസും ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള കലാപരിപാടികളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. 5 മണി വരെ 5 മണി വരെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ വീട്ടിലത്തെ വീണ്ടും ജോലികൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ പോകുമ്പോൾ തന്നെ എല്ലാതും ചെയ്ത് വെക്കും, പകുതിയൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് പോവുക. വന്നു കഴിഞ്ഞാൽ ഈ 2 പാത്രം കഴുകാനും ഉണ്ടാവും, ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരാനും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ മുറ്റടിച്ചു വാരാൻ, അങ്ങനെ പിന്നെ തുണികൾ എടുത്ത് വയ്ക്കുക, അങ്ങനത്തെ കുറച്ച് പണികളാണ് ഉണ്ടാവാറുള്ളത് കേട്ടോ. അതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, വെക്കേഷനും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഉച്ച മുതൽ 5 മണി വരെ വെക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ 5 മണി മുതൽ 6 മണി വരെ ഒറ്റൊരു മണിക്കൂറേ വെക്കാറുള്ളൂ കേട്ടോ പ്രാക്ടീസ്. അപ്പോൾ പിന്നെ എല്ലാ ജോലികളും തീർത്തിട്ട് പോകുക. വന്നു കഴിഞ്ഞാൽ കുളിക്കുക, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, അത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഈവനിങ് വ്ളോഗ് എടുക്കാനും പറ്റാറില്ല, അതും വേറൊരു സത്യം. ഇപ്പോൾ എന്ന് പറയുമ്പോൾ വെക്കേഷൻ ആയ കാരണം കൊണ്ടാണ് എന്താ പറയുക, നമ്മൾ 5 മണി വരെയൊക്കെ പ്രാക്ടീസ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ 5 മണിക്ക് ശേഷം വന്നിട്ടുള്ള ജോലികളാണ് പിന്നെ ഉള്ളൂ, കുറച്ച് തന്നെ ഉള്ളൂ, അധികമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ പാത്രം കഴുകാനുള്ള പാത്രങ്ങളൊക്കെ പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. കലമൊന്നും കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉച്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോറൊന്നും കഴിച്ചിട്ടുണ്ട്, ഞാൻ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു, ഏട്ടൻ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചോറ് കുറച്ച് നല്ലോണം തോനുണ്ട് ചോറ്. അപ്പോൾ അതുകൊണ്ട് കല ഒഴിവാക്കിയിടാന്നില്ല കേട്ടോ ഞാൻ ആ ഉച്ച സമയത്ത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒഴിവാക്കി പുറത്ത് പാത്രങ്ങളെല്ലാം കൊണ്ടുവന്ന് വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട്. അപ്പത്തിന് മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വരാമെന്ന് വിചാരിച്ചു. സമയം ഇപ്പോൾ ഒരു 5:30, അമ്പലത്തിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് മുറ്റടിക്കുന്നത്. 5:30 ഒക്കെ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വീഡിയോയിൽ കാണുന്ന പോലുള്ള വെട്ടം വെളിച്ചമൊന്നും ഇല്ല കേട്ടോ. എന്താ പറയുക, നേരെ ഇരുട്ടാവാറായിട്ടുണ്ട്, ചെറുതായിട്ട് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ ഒരു ഇരുട്ടായ നേരത്ത്, വിളക്ക് വയ്ക്കുന്ന നേരത്ത് മുറ്റം അടിച്ചു വരാൻ പാടില്ല എന്നാണ് പറയാറുള്ളത് കേട്ടോ. പക്ഷേ ഈ ഒരു സമയത്ത് ഞാൻ വന്ന കാരണം കൊണ്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ മുന്നേ ചെയ്യണം, വിളക്ക് വയ്ക്കണേ മുന്നേ തന്നെ ചെയ്യാറുള്ളത് കേട്ടോ. ഇന്നിപ്പോൾ അങ്ങനെ ആയിപ്പോയി. ഓരോ തിക്കും തിരക്കിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ മുറ്റടിച്ചു വാരലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഉമ്മറ മാത്രം ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയതന്നെ ഉള്ളൂ. നിറയെ ഇല വീണിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ മുറ്റമൊക്കെ ഒന്ന് വേഗം ഒന്ന് അടിച്ചു വാരിയത് കേട്ടോ. അത് എത്ര ഇരുട്ടായാലും എനിക്കത് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. അതുകൊണ്ടാണ്. അതിന് ശേഷം പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനൊക്കെ ഉണ്ട്. അപ്പോൾ വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ പാത്രത്തിൽ. വെള്ളം അടിയിൽ കുറച്ച് എണ്ണാന്നുള്ളൂ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കലക്കി ഒഴിച്ച് കളഞ്ഞു. എന്നിട്ട് പുതിയ വെള്ളമൊക്കെ നിറച്ചിട്ട് പാത്രം കഴുകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ വന്ന ഉടനെ തന്നെ ഫസ്റ്റ് തുണികളാണ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം മഞ്ഞ് വീഴാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തുണികളൊക്കെ നനയാൻ തുടങ്ങും, നനവ് വരാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് മഞ്ഞ് വീഴുന്നതിൻ്റെയൊക്കെ മുന്നേ ഞാൻ എടുത്തു വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഒക്കെ എടുത്തു വെച്ചു കേട്ടോ. ഈ കിടക്കണ ഈ പാൻറ്റുകളുണ്ടല്ലോ, ഇത് പിന്നെ എത്ര വെയിലുണ്ടെങ്കിലും ഉണങ്ങില്ല. ഒരു 2 ദിവസം പിടിച്ചിട്ടല്ലേ ഇത്തരം തുണികളൊക്കെ ഉണങ്ങാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പാൻറ്റുകളൊക്കെ അവിടെ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതെടുത്തിട്ട് അങ്ങോട്ട് അപ്പുറത്തേക്ക് അഴക്കേലേക്ക് ഇടണം, ഉമ്മറത്ത് കൂടെ ഇടണം. മഞ്ഞ തന്നെ ഇടില്ല. അപ്പോൾ കുറച്ച് നേരം ഇവിടെ കിടക്കട്ടെ, ഈ ഒരു ജോലികളൊക്കെ കഴിയട്ടെ, അതല്ലല്ലോ ഇപ്പോൾ വലുതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇതൊക്കെ തീർന്ന് പുറത്തുള്ള ജോലികളൊക്കെ തീർന്നു കഴിഞ്ഞാലാണ് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അകത്തുള്ള അവിടെ കടന്നാലും വേണ്ടില്ല വെച്ചിട്ട്. ഈ ഒരു സമയത്തൊക്കെ എനിക്ക് വിശന്നിട്ട് കുടൽ കരിഞ്ഞിട്ടായിരിക്കും കേട്ടോ. വിശപ്പ് നല്ലോണം ഉണ്ടായിരുന്നു. കാരണം ഉച്ചയ്ക്ക് കഴിച്ചിട്ട് പോയിട്ട് അവിടെ വെറുതെ ഇരിക്കുകയല്ലല്ലോ ഉണ്ടായിരുന്നു, പ്രാക്ടീസ് ചെയ്ത് ചാടി കളിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വിശപ്പും ദാഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഫുഡ് കഴിക്കാനൊന്നും ഇപ്പോൾ സമയമില്ല. ഫുഡ് കഴിക്കാനിരുന്ന് കഴിഞ്ഞാൽ ഈ വക ജോലികളൊക്കെ ഇവിടെ കിടക്കും, പിന്നെ ഇരുട്ടാവും. അതുകൊണ്ടാണ് കേട്ടോ ഇത് ഫുഡൊക്കെ കഴിക്കണേ പിന്നെ കുളിച്ചിട്ടൊക്കെ ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാത്രം കഴുകലും കഴിഞ്ഞു. പിന്നെ ഞാൻ തുണികൾ, ആ ജീൻസും പാൻറ്റുകളൊക്കെ ഞാൻ എടുത്തിട്ട് ഈ ഫ്രണ്ടിലത്തെ അഴക്കി കൂടെ കൊണ്ടുവന്ന് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോഴാണ് കുറച്ച് ആശ്വാസമായത്. ഇനിയിപ്പോൾ അധികം ജോലികളൊന്നും ഇല്ല. ഇനിയെന്ന് പറയണത് എന്താ പറയുക, കുളിക്കണം, വിളക്ക് വെക്കണം. വിളക്ക് വെക്കലിപ്പോൾ ഒരു ജോലിയില്ലല്ലോ. കുളിക്കണം, വിളക്ക് വെക്കണം, കുറച്ച് എന്തെങ്കിലും എടുത്ത് തിന്നണം. അതൊക്കെയാണ് ഇനിയുള്ളൊരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അത്രയും വിശന്നിട്ടാണ് കേട്ടോ ഞാൻ നടക്കണത്.
പക്ഷേ അപ്പോൾ നിങ്ങൾ വിചാരിക്കും വിശക്കണമെങ്കിൽ പോയിട്ട് ചോറല്ലേ എല്ലാവരും ഫസ്റ്റ് കഴിക്കുക എന്നുള്ളത്. പക്ഷേ ചോറ് തന്നെയാണ് ഫസ്റ്റ് കഴിക്കുക. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ സമയം 6 മണി 6:30 ആവാറായിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇരുട്ടായി കഴിഞ്ഞ് ഈ വക പണികളൊന്നും ചെയ്യാൻ ഞാൻ പുറത്തേക്ക് ഇറങ്ങില്ല. കാരണം ഇതിന് നിറയെ പന്നികളുടെ ശല്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തിനാ വെറുതെ ഐറ്റങ്ങളുടെ കുത്തുകൊള്ളുണ്ടെന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ടാണ് ഞാനിതെല്ലാം നേരത്തെ ചെയ്ത് വെക്കുന്നത് കേട്ടോ. നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ. നമ്മുടെ ഈ പരിസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇരുട്ടാവും ചെയ്യും. കാരണം നിറയെ മരങ്ങളും ഒക്കെ അല്ലേ. പൊതുവേ പകൽ ഉച്ചയ്ക്കാണെങ്കിലും ഒരു വെയിലൊന്നും അധികം അടിക്കാത്തൊരു സ്ഥലമാണ് ഇത്. നിറയെ എപ്പോഴും നോക്കിയാലും തണലും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മുടെ ഉമ്മറൊക്കെ നല്ല തണലായിരിക്കും ഉണ്ടാവുക. എവിടെയെങ്കിലുമൊക്കെയാണ് വെയിലുണ്ടാവുള്ളൂ. ആ ഒരു ഭാഗത്താണ് ഞാൻ തുണിയിടാനുള്ള അഴക്കൊക്കെ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമായ കാരണം കൊണ്ട് തന്നെ വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇരുട്ടാവും കേട്ടോ. നിറച്ചും മരങ്ങളല്ലേ അതുകൊണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ വിറകെടുത്ത് വയ്ക്കാൻ കേട്ടോ എനിക്ക് രാവിലെ കത്തിക്കാനുള്ളത്. അപ്പോൾ ഇപ്പം നേരത്തെ അങ്ങനെ നീക്കിയൊന്നും ഇല്ലെങ്കിലും രാവിലെ കത്തിക്കാനുള്ള വിറക് ഇത് മഞ്ഞത്തല്ലേ ഇരിക്കണത്. നമ്മൾ കത്തിക്കാനുള്ള വിറക് രാവിലെ തന്നെ എടുത്തിട്ട് വന്നിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ തീ കത്താൻ നല്ല പ്രയാസമായിരിക്കും. കാരണം മഞ്ഞൊക്കെ വീണിട്ട് കിടക്കണ വിറകല്ലേ ഉണ്ടാവുക. അത് എടുത്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കത്തിക്കുമ്പോൾ നല്ല പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ വേഗം തന്നെ എടുത്ത് വെക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ വീടിൻ്റെ ബാക്ക് വശത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ടാങ്കൊക്കെ ഇരിക്കുന്നതിൻ്റെ ആ സൈഡിൽ ഒരു കുഞ്ഞു മുളക് ചെടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്ന് ഞാൻ ആദ്യത്തെ പ്രാവശ്യം മുളകൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 2ാം ട്രിപ്പ് ഉണ്ടായ മുളകുകളാണ് കേട്ടോ. അത്യാവശ്യം മുളകൊക്കെ ഉണ്ട്. നമുക്കൊരു ചമ്മന്തിക്കുള്ള മുളകുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും രാവിലത്തെ സാമ്പാർ മാത്രമാണ് ഉള്ളൂ. പിന്നെ പപ്പടമോ കോഴിമുട്ടയൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ വറക്കാൻ നിന്ന് കഴിഞ്ഞാൽ തന്നെ എൻ്റെ ഊപ്പാടുള്ള എനിക്ക് അത്ര വിശന്നിട്ടാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഇനി തീയൊക്കെ കത്തിച്ചിട്ട് വേണ്ടേ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ അതിനും ഭേദം ഒരു ചമ്മന്തി അങ്ങനെ അരച്ചിട്ട് അതവിടെ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പപ്പടം കോഴിമുട്ട വറക്കണേക്കാൾ ഒക്കെ ഭേദം നമ്മുടെ ഈ ചമ്മന്തിയൊക്കെ തന്നെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ചമുളകും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ചമ്മന്തി. ഇതിഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ അങ്ങനെ 5-6 മുളക് എനിക്കൊരു ചമ്മന്തിക്കുള്ള കുറച്ച് മുളകൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ചള്ളൊക്കെ പറിച്ചു വിട്ടോ ഞാൻ. അങ്ങനെ കുളി നനയ്ക്കലും ഒക്കെ കഴിഞ്ഞ് മേലെഴുകൽ കേട്ടോ. കുട്ടികളെയും കുളിപ്പിച്ചു, ഞാനും കുളിച്ചു. അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വിളക്ക് കത്തിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഉറങ്ങാത്ത കാരണം കൊണ്ട് തന്നെ ഒക്കെ ഉറക്കം തൂങ്ങിയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. എപ്പോഴാണ് കടന്നുറങ്ങുകയെന്ന് പറയാൻ പറ്റില്ല. അവർക്ക് വേഗം ഫുഡൊക്കെ കൊടുക്കണം. എന്നിട്ട് വേണം കടത്തി ഉറക്കാൻ വേണ്ടിയിട്ട്. ഉറക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവർ കിടന്നുറങ്ങിക്കോളും. കാരണം അത്ര ഉറക്കം വന്നിട്ടായിരിക്കുന്നത്. കിച്ചു ഉച്ചയ്ക്ക് സെലിബ്രേഷനൊക്കെ ആയിട്ട് വന്നാണ് കേട്ടോ. അവിടെ നിന്ന് ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ലല്ലോ സ്കൂളിൽ നിന്ന്. അപ്പോൾ അല്ലെങ്കിൽ അവൻ അവിടെ കിടന്ന് ഉറങ്ങണമൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ തുമ്പിക്കുട്ടിയാണെങ്കിലും അംഗനവാടിക്കൊന്നും പോയിട്ടില്ല. പ്രാക്ടീസ് ചെയ്യാനുണ്ട്. അംഗനവാടിക്കൊന്നും അവളും പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് 2 ആളും ഉറങ്ങിയിട്ടില്ല. അവൾ ഉച്ചയ്ക്ക് പോയതല്ലേ. അപ്പോൾ അവൾക്കും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അവളാണെങ്കിൽ ഏട്ടൻ്റെ വീട്ടിൽ പോയിട്ടിരുന്ന് കഴിഞ്ഞാൽ ഉറങ്ങുകയില്ല കേട്ടോ. അങ്ങനെയാണ് ഞാൻ അവരുടെ 2 പേരിനെ ഏട്ടൻ്റെ വീട്ടിലാക്കിയിട്ട് ഞാൻ പ്രാക്ടീസിന് പോവുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അവിടെ അവർ അച്ചമ്മടത്ത് ഇരിക്കും കേട്ടോ. അങ്ങനെ ഞാനിതാ വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട്. തീപ്പെട്ടിയാണെങ്കിൽ എത്ര വെച്ചാലും കത്തണില്ല കേട്ടോ. ഈ ചെറിയൊരു നനവല്ല, പൊതുവെ തണുപ്പാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു തോന്നുന്നു. കത്തണ തന്നെ ഉണ്ടാകുന്നില്ല കേട്ടോ. അങ്ങനെ കത്തിച്ചു. വിളക്ക് കത്തിച്ചപ്പോഴാണ് എനിക്കൊരു സമാധാനം കിട്ടിയത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ നേരം വൈകി വരുന്ന സമയത്ത് എനിക്ക് വിളക്കൊന്നും കത്തിക്കാൻ പറ്റാറേ ഇല്ല. ഈ 7 മണിക്കൊന്നും വന്നിട്ട് വിളക്ക് കത്തിക്കാൻ പറ്റില്ലല്ലോ. വിളക്ക് കത്തിക്കുകയാണെങ്കിൽ 6 മണി 6:30 ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ കത്തിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വിളക്ക് കത്തിക്കാനൊന്നും ഇപ്പോൾ പറ്റാറില്ല. ചന്ദനത്തിന് കത്തിച്ച് വയ്ക്കും, വിളക്ക് കത്തിക്കാൻ പറ്റാറന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്ന് വിളക്ക് കത്തിക്കാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയുള്ളിയൊക്കെ ഏട്ടനാണ് കേട്ടോ നേരാക്കി തന്നത്. എല്ലാതും ഏട്ടൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ ഞാൻ കുളി കഴിഞ്ഞ് വരുമ്പോഴത്തേനും ചെറിയുള്ളി ഒന്ന് നേരാക്കി വയ്ക്കും. ഒരു 5-6 എടുത്തിട്ടേക്ക് ചമ്മന്തി അരയ്ക്കാനാണ് വിശന്ന് ഊപ്പാടളകിയിട്ടിരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ അങ്ങനെ ചെറിയുള്ളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പച്ചമുളകൊക്കെ വേഗം ഇട്ടിട്ട് ഉള്ളിയും പച്ചമുളകല്ല ചീനിമുളകും ഒരു കഷ്ണം ഇഞ്ചി എന്ന് പറഞ്ഞു പുളിയും ഉപ്പും എല്ലാം ഇട്ടിട്ട് അരച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കില്ലേ, അതാണ് ചെയ്യാറ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ അവിടെ ചമ്മന്തി ഉണ്ടാക്കാറ്. ഇനിയിപ്പോൾ ഓരോ നാട്ടിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല. ഇവിടെ ഞാൻ ഈ ഒരു മോഡലിൽ ഉണ്ടാക്കാറ്. ഈ ഒരു മോഡലിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാട്ടെ. എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ്. അത്രയും വിശപ്പും കൊണ്ടാണ് കേട്ടോ ഞാൻ നിൽക്കണത്. ഞാൻ അങ്ങനെ വിശപ്പ് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ തിന്നാനും കുടിക്കാനും ഇല്ലാത്ത ഇടത്തുനിന്നാണ് ഈ വർത്തമാനം പറയാൻ നിൽക്കണമെന്ന്. പക്ഷെ അങ്ങനെ ഇല്ല കേട്ടോ. നമുക്ക് എത്ര വിശപ്പുണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ കഴിക്കാൻ. വെറും സാമ്പാർ കൂട്ടിയിട്ടൊന്നും എനിക്ക് ചോറ് കഴിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. അത് എന്ത് കറിയോ ആയിക്കോട്ടെ, വെറും കറി കൂട്ടിയിട്ട് എനിക്ക് കഴിക്കുന്ന ഇഷ്ടമല്ല. എന്തെങ്കിലും ടച്ചിങ്സിന് ഒരു അച്ചാറോ ചമ്മന്തിയോ പപ്പടോ എന്തെങ്കിലും ടച്ചിങ്സിന് വേണം കേട്ടോ. അങ്ങനെയാണ് എൻ്റെ സ്വഭാവം. അത് പൊതുവേ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് വെറും സാമ്പാർ കൂട്ടി കഴിക്കണമെന്ന് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പൊതുവേ സാമ്പാർ വല്ല മീനും ഇറച്ചിയൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലേ. സാമ്പാറൊക്കെ അങ്ങനെയാണ് കേട്ടോ എനിക്ക്. അങ്ങനെ ഞാൻ എല്ലാതും റെഡിയാക്കിയിട്ട് ജാറിലിട്ടിട്ടുണ്ട്. ഇനി ഇത് ഒറ്റൊരു കറക്കലും
ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക, നല്ലോണം അരയണ്ട, ജസ്റ്റ് ഒറ്റ അടി അടിച്ചിട്ട് എടുക്കണം. അങ്ങനെ കണ്ടില്ലേ, ഇഞ്ചിന്ന് പറയുന്നത് എന്താ പുളിയും ഉപ്പും എല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് അരഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേ നമ്മൾ ഈ കല്ലിലിട്ട് ചതക്കണ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, അത് വേറെ കാര്യം. കല്ലിലിട്ട് ചതക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ചോറും സാമ്പാറും പറഞ്ഞ കുമ്പളങ്ങ കറിയാണ് കേട്ടോ. ചമ്മന്തിയൊക്കെ എടുത്ത് നല്ലൊരു അടി അടിക്കാൻ പോവുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.